നമസ്കാരം. മോദി സർക്കാർ അധികാരത്തിൽ വന്ന സമയം മുതൽ അദ്ദേഹത്തിന് വേണ്ടി പരസ്യ പ്രചരണങ്ങൾ നടത്തുന്നവർ അവകാശപ്പെടുന്നൊരു കാര്യമാണ് ശ്രീ നരേന്ദ്രമോദി വന്ന ശേഷമാണ് ഇന്ത്യ വികസിച്ചത് എന്ന്. അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ ഇന്ത്യ വളരെ വലിയ വളർച്ച കൈവരിച്ചു എന്ന് അവർ നിരന്തരമായിട്ട് അവകാശപ്പെടുകയും ശ്രീ നരേന്ദ്രമോദിയുടെയും BJPയുടെയും ഭക്തന്മാരായിട്ടുള്ള ആൾക്കാർ അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഞാൻ അങ്ങനെയുള്ളവരോട് പറയുകയാണ്, മോദി സർക്കാർ പ്രചരിപ്പിച്ച ഏറ്റവും വലിയ കള്ളങ്ങളിൽ ഒന്നാണ്. ശ്രീ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച മുരടിക്കുകയാണ് ചെയ്തത് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ബോധ്യപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങൾ അന്ധനായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഭക്തനല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനീ പറയുന്നത് മനസ്സിലാകും. എന്നാൽ അന്ധമായിട്ടുള്ള രാഷ്ട്രീയ ഭക്തിയാണ് നിങ്ങളെ നയിക്കുന്നതെങ്കിൽ ഒരു കാലത്തും ഒരു സത്യവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ, അതായത് 2026 ഫെബ്രുവരിയിൽ ശ്രീ നരേന്ദ്രമോദി പറയുകയുണ്ടായി, ഉടൻ തന്നെ നമ്മുടെ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറും. ഇത് നമ്മൾ ഏറെക്കാലങ്ങളായിട്ട് കേൾക്കുന്ന ഒരു അവകാശവാദമാണ് BJPയുടെ. അദ്ദേഹം ഇത് പറയുന്നത് 2025 GDP നിരക്കുകൾ വെച്ചുകൊണ്ടാണ്. 2025 ലോക GDP റാങ്കിങ്ങിൽ ഇന്ത്യ 4ാമതാണ്. ഇന്ത്യയുടെ മൊത്തം GDP എന്ന് പറയുന്നത് 4.19 ട്രില്യനാണ്. നമ്മുടെ അത്ര തന്നെ GDP ഉള്ള ജപ്പാനുണ്ട്. പക്ഷേ ജപ്പാൻ 5ാം സ്ഥാനത്തെന്നാണ് ലിസ്റ്റിലുള്ളത്. ഇന്ത്യ 4ാം സ്ഥാനത്താണ്. ഏറ്റവും മുകളിൽ അമേരിക്ക, അതിൻ്റെ താഴെ ചൈന, അതിൻ്റെ താഴെ ജർമ്മനി, അതിൻ്റെ തൊട്ട് താഴെയാണ് ഇന്ത്യ നിൽക്കുന്നത്. അപ്പോൾ ഈ 4ാം സ്ഥാനത്ത് നിന്നും ഇന്ത്യ ഉടൻ തന്നെ 3ാം സ്ഥാനത്തെ കയറും എന്ന് 2025 GDPയുടെ അടിസ്ഥാനത്തിൽ ശ്രീ നരേന്ദ്രമോദി പറഞ്ഞ് നമ്മൾ 2026 പുതിയ GDP റാങ്കിങ് വന്നപ്പോൾ കാണുന്നത് നമ്മുടെ രാജ്യം 6ാം സ്ഥാനത്താണ്. അതായത് അമേരിക്ക, ചൈന, ജർമ്മനി, അതുപോലെ ജപ്പാൻ, പിന്നെ യുണൈറ്റഡ് കിങ്ഡം, ഈ 5 രാജ്യങ്ങൾക്കും താഴെയാണ് ഇന്ത്യ. എങ്ങനെയാണ് നമ്മുടെ രാജ്യം ഇങ്ങനെ 4ൽ നിന്നും 6ലേക്ക് വീണത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു കാരണമായിട്ട് നമുക്ക് സമാധാനത്തോടെ അല്ലെങ്കിൽ ആശ്വാസത്തോടെ പറയാൻ പറ്റുന്നത് മറ്റ് 2 രാജ്യങ്ങൾ, അതായത് ജപ്പാനും ഇംഗ്ലണ്ടും നമ്മളെക്കാളും വളർച്ച കൈവരിച്ചതുകൊണ്ടാണ്. അല്ല നമ്മുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ സത്യത്തിൽ അവർ വളർച്ച കൈവരിച്ചു എന്നുള്ളത് ഒരു റിയാലിറ്റി ആണെങ്കിലും നമ്മൾ താഴേക്ക് പോയത് അതുകൊണ്ട് മാത്രമല്ല. നമ്മൾ 2025 4.19 ട്രില്യൺ എക്കണോമി ആയിരുന്നെങ്കിൽ 2026 അത് 4.15 ട്രില്യനായിട്ട് താഴേക്ക് പോയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കണോമിയുടെ വളർച്ച താഴേക്ക് പോയത് കൊണ്ടുകൂടിയാണ് നമ്മുടെ സ്ഥാനം 4ൽ നിന്നും 6ലേക്ക് വീണത്. ഒപ്പം ജപ്പാനും ഇംഗ്ലണ്ടും നല്ല വളർച്ച കൈവരിക്കുകയും ചെയ്തു. അപ്പോൾ 3ാം സ്ഥാനത്തേക്ക് നമ്മുടെ രാജ്യം പോകുമെന്നുള്ള നരേന്ദ്രമോദിയുടെ അവകാശവാദം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാഴ്ക്കിനാവ് മാത്രമാണെന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പരമപ്രധാനമായ കാര്യം, നരേന്ദ്രമോദി പറയുന്ന ഈ ഗ്ലോബൽ എക്കണോമി റാങ്കിങ്ങിൽ 3ാം സ്ഥാനത്തേക്ക് എത്തുക എന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മുമ്പ് തന്നെ സാധ്യമാകുമായിരുന്ന ഒരു കാര്യമായിരുന്നു. അതായത് ശ്രീ മൻമോഹൻ സിംഗ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കുണ്ടായിരുന്ന വളർച്ചാ നിരക്കിൻ്റെ മൊമെൻറ്റം അതേപോലെ തന്നെ തുടർന്നും കീപ്പ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അതായത് മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്ത് എത്രയായിരുന്നു നമ്മുടെ എക്കണോമിക് ഗ്രോത്ത്, ആ ഗ്രോത്തിൻ്റെ മൊമെൻറ്റം അതേപോലെ തന്നെ അടുത്ത 10 വർഷവും കീപ്പ് ചെയ്യാൻ ശ്രീ നരേന്ദ്രമോദിക്ക് സാധിച്ചിരുന്നെങ്കിൽ നമ്മൾ 2023 അതിന് മുമ്പോ തന്നെയോ ഗ്ലോബൽ എക്കണോമി റാങ്കിങ്ങിൽ 3ാം സ്ഥാനത്തെത്തിയതിനെ, ജർമ്മനിയെ നമ്മൾ മറികടന്നേനെ. അത് ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഈ ചാർട്ട് നമ്മൾ മൻമോഹൻ സിംഗ് ഭരിച്ച 2004 മുതൽ 2013 വരെ ശ്രീ മൻമോഹൻ സിംഗ് ഭരിച്ച സമയത്തെ നമ്മുടെ എക്കണോമിക് ഗ്രോത്തും അതിനുശേഷം 2014 മുതൽ 2023 വരെ ശ്രീ നരേന്ദ്രമോദി ഭരിച്ച സമയത്തെ എക്കണോമിക് ഗ്രോത്തും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണ്. ഇത് ക്രിസ്റ്റൽ ക്ലിയറായിട്ടുള്ള കണക്കാണ്. ഈ കണക്ക് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. 2004 അതായത് മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്ത് നമ്മുടെ GDP എന്ന് പറയുന്നത് $709 ബില്യൺ ആയിരുന്നു. 2004 ഇന്ത്യയുടെ മൊത്തം GDP $709 ബില്യൺ ആയിരുന്നു. അവിടെ നിന്ന് 10 വർഷം കഴിഞ്ഞ് നമ്മൾ 2013 ഇന്ത്യയുടെ GDP നോക്കുമ്പോൾ അത് വളർന്നിരിക്കുന്നത് $1857 ബില്യൺ ആയിട്ടാണ്. എന്ന് പറഞ്ഞാൽ 1.8 ട്രില്യൺ എക്കണോമി ആയിട്ട് നമ്മൾ 10 കൊല്ലം കൊണ്ട് മാറി. ഈ 10 കൊല്ലത്ത്
നമ്മുടെ എക്കണോമിയുടെ വളർച്ചാ നിരക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതായത് 2004 നമ്മുടെ GDPയും അതുപോലെ തന്നെ 2013 GDPയും എടുത്തിട്ട് നമ്മൾ ഇത് തമ്മിലുള്ള ഒരു ഗ്രോത്ത് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ, ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ 162% വളർച്ചയാണ് ഈ 10 വർഷങ്ങൾ കൊണ്ട് നമ്മുടെ എക്കണോമി, നമ്മുടെ സാമ്പത്തിക രംഗം കൈവരിച്ചത്. 162%. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പെർ ക്യാപിറ്റ ഇൻകം, അതായത് വ്യക്തിഗത വരുമാനം. 2004 നമ്മുടെ രാജ്യത്തെ ആളോഹരി വരുമാനം എന്ന് പറയുന്നത് $544 ആയിരുന്നു. $544. 10 കൊല്ലം കഴിഞ്ഞ് 2013 എത്തി നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ ആളോഹരി വരുമാനം $1433 ആയിട്ട് കൂടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 544 നിന്നും $1433 ആയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ആളോഹരി വരുമാനം 2013 കൂടി. ഇവിടെയും നമ്മൾ വളർച്ചാ നിരക്ക് നോക്കുമ്പോൾ, അതായത് 10 കൊല്ലം കൊണ്ട് നമ്മുടെ രാജ്യത്തുണ്ടായ ആളോഹരി വരുമാനത്തിൻ്റെ വളർച്ച നോക്കുമ്പോൾ അതും 163%. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GDPയും അതുപോലെ തന്നെ ആളോഹരി വരുമാനവും ഒരേപോലെ 160%-ഓളം മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ വർദ്ധിച്ചു 10 കൊല്ലം കൊണ്ട്. ഇനി നമ്മൾ സമാനമായ പീരീഡ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ സമയത്ത് നോക്കുകയാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ കയറുന്നത് 2014 2014 മുതൽ 2023 വരെയുള്ള നമ്മുടെ GDP എത്രയായിരുന്നു നമുക്ക് നോക്കാം. 2014 നമ്മുടെ GDP എന്ന് പറയുന്നത് $2039 ബില്യൺ ആണ്, അഥവാ $2 ട്രില്യൺ. നമ്മൾ 2014 നിന്നും 10 കൊല്ലം കഴിഞ്ഞ് 2023 വരുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ GDP എത്തി നിൽക്കുന്നത് $3568 ബില്യൺ, അഥവാ 3.5 ട്രില്യൺ. എന്ന് പറഞ്ഞാൽ 2023 നമ്മുടെ രാജ്യം 3.5 ട്രില്യൺ വാല്യൂ ഉള്ള ഒരു എക്കണോമിയായിട്ട് വളർന്നു. ഇവിടെ നമ്മൾ 10 കൊല്ലത്തെ വളർച്ച നോക്കുമ്പോൾ, മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് നമ്മൾ നോക്കിയായിരുന്നു, ആ സമയത്ത് വളർച്ച 160 മുകളിലായിരുന്നു. ഇവിടെ നമ്മൾ ശ്രീ നരേന്ദ്രമോദി വന്ന 10 കൊല്ലത്തെ വളർച്ച നോക്കുമ്പോൾ അത് 75% മാത്രമാണ്. അതായത് മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്തുണ്ടായിരുന്നതിൻ്റെ പകുതി വളർച്ച പോലും കൈവരിക്കാൻ ശ്രീ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ GDPയുടെ ഈ അക്കങ്ങൾ പറയുന്നുണ്ട്. ഇനി ആളോഹരി വരുമാനം ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ കയറുമ്പോൾ $1554 ആയിരുന്നു. അത് 2023 എത്തി നിൽക്കുമ്പോൾ 2481 ആയിട്ട് വർദ്ധിച്ചു. ഇവിടെ എത്ര ശതമാനമാണ് വളർച്ച 10 കൊല്ലം കൊണ്ട്? 60% മാത്രം വളർച്ചയാണ് ശ്രീ നരേന്ദ്രമോദിക്ക് ആളോഹരി വരുമാനത്തിൽ 10 കൊല്ലം കൊണ്ട് നേടാനായത്. അതായത് അതിന് മുമ്പിരുന്ന സർക്കാർ ആളോഹരി വരുമാനത്തിലും GDPയിലും 160%-ന് മുകളിൽ 10 കൊല്ലം കൊണ്ട് വളർച്ച നേടിയെങ്കിൽ ശ്രീ നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം GDPയിൽ വെറും 75% വളർച്ചയും ആളോഹരി വരുമാനത്തിൽ വെറും 60% വളർച്ചയും മാത്രമാണ് നേടിയത്. ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും, നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം മൻമോഹൻ സിംഗ് ഇരുന്ന സമയത്തുണ്ടായിരുന്ന പെർഫോമൻസ് അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചോ, അതോ രാജ്യത്തിൻ്റെ സുഗമമായിരുന്ന വളർച്ച മുകളിലേക്ക് പോകുന്നതിന് പകരം താഴേക്ക് പോയോ എന്നുള്ളത്. അതുപോലെ തന്നെ ഇദ്ദേഹം അവകാശപ്പെടുന്ന നമ്മുടെ രാജ്യം ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറും എന്ന ആ അവകാശവാദം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൻമോഹൻ സിംഗ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തെ വളർച്ചാ നിരക്ക് മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ, അതായത് 160%-ഓളം അദ്ദേഹം 10 കൊല്ലം കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിയെ വളർത്തി, ആളോഹരി വരുമാനത്തെ വളർത്തിയതുപോലെ തന്നെ ശ്രീ നരേന്ദ്രമോദിയും 160%-ഓളം വളർച്ചയോ അല്ലെങ്കിൽ അതിലധികം വളർച്ചയോ ആ 10 വർഷങ്ങൾ കൊണ്ട് നേടിയിരുന്നെങ്കിൽ 2023 ആകുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമി എന്ന് പറയുന്നത് 5.4 ട്രില്യൺ എക്കണോമി ആകുമായിരുന്നു. ജർമ്മനിയുടെ 2023 ടോട്ടൽ GDP എന്ന് പറയുന്നത് 4.75 മാത്രമാണ്, 4.75. എന്നാൽ ശ്രീ മൻമോഹൻ സിംഗ് ആയിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ നമ്മുടെ രാജ്യം 2023 മുമ്പ് തന്നെ നമ്മുടെ രാജ്യം ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറുമായിരുന്നു. അതുപോലെ തന്നെ ആളോഹരി വരുമാനം 2023 തന്നെ $4000 മുകളിലും പോകുമായിരുന്നു. ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അതായത് ഒരു രാജ്യത്തിൻ്റെ വളർച്ചയുടെ ഒരു മൊമെൻ്റം ഉണ്ട്, ഗതിവേഗം. ആ ഗതിവേഗം മൻമോഹൻ സിംഗ് തുടങ്ങി വെച്ച് അദ്ദേഹം ശരിയായ ദിശയിൽ പ്രവർത്തിച്ച് രാജ്യം കൃത്യമായിട്ടുള്ള വളർച്ച കൈവരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മറ്റു ചില ചിന്തകൾ വന്നിട്ട് അദ്ദേഹത്തെ താഴെ ഇറക്കുകയും നരേന്ദ്രമോദി അധികാരത്തിൽ കയറ്റുകയും ചെയ്തത്. അന്ന് മുതൽ നമ്മുടെ രാജ്യം യഥാർത്ഥത്തിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാഭാവികമായിട്ട് കിട്ടുമായിരുന്ന വളർച്ച കിട്ടാതെ അത് അവിടെ നിന്നും താഴേക്ക് പോയി
160% ഗ്രോത്ത് ഉണ്ടായിരുന്ന GDP വെറും 75% ഇടിഞ്ഞു പോവുകയും ഏതാണ്ട് 163% ഉണ്ടായിരുന്ന ആളോഹരി വരുമാനത്തിൻ്റെ വർധനവ് ഇടിഞ്ഞു വീണ് വെറും 60% താഴുകയും ചെയ്തു. എന്നിട്ടിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ രാജ്യം ലോക എക്കണോമിക് റാങ്കിങ്ങിൽ അല്ലെങ്കിൽ ലോക GDP റാങ്കിങ്ങിൽ 2026 എത്തി നിൽക്കുന്നത് 6ാമത്തെ സ്ഥാനത്താണ്. ഇനി നമ്മൾ എത്രയധികം താഴേക്ക് ഇടിഞ്ഞു പോകാൻ പോകുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇനിയെങ്കിലും കപട അവകാശവാദങ്ങൾ ഉന്നയിച്ച് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ PR ടീമിൻ്റെ ചതിക്കുഴികളിൽ വീഴാതെ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച ഈ കണക്കുകൾ നിങ്ങൾ സ്വയം പരിശോധിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും മൻമോഹൻ സിംഗ് സർക്കാരും മോദി സർക്കാരും തമ്മിലുള്ള വ്യത്യാസം. സത്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യം വളർച്ച മുരടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായി ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ മാറിയിരിക്കുകയുമാണ്. താങ്ക് യു.